എല്ലാവർക്കും നമസ്കാരം. 1000 നാമങ്ങൾ 1000 കഥകളിലെ ഭഗവാന്റെ 10ാമത് തിരുനാമമാണ് പൂതാത്മ. ഭഗവാന്റെ ഈ പൂതാത്മ എന്ന് പറയുന്ന നാമം, പൂതാത്മനെ നമ, ഈ നാമത്തിന്റെ ഒരു കഥ. പണ്ട് മാർക്കണ്ഡേയ മഹർഷി തപസ് ചെയ്തിരുന്ന ഒരു സ്ഥാനമാണ് തുളസീവനം എന്നറിയപ്പെടുന്ന ഒരു സ്ഥാനം. ആ തുളസീവനത്തിൽ അദ്ദേഹം അനേക കാലം തപസ് ചെയ്തിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ സാക്ഷാൽ സ്ത്രീ ആയിരിക്കുന്ന ലക്ഷ്മി ആയിരിക്കുന്ന ദേവി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയായിട്ട് വന്ന് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ്. ഈ കൊച്ചുകുട്ടിയെ ആ മാർക്കണ്ഡേയ മഹർഷി തൻ്റെ കൂടെ വളർത്തി, തൻ്റെ മകളായിട്ട് തന്നെ വളർത്തി. ഏകദേശം 5 വയസ്സ് പ്രായമൊക്കെ ആയപ്പോഴാണ് വളരെ പ്രായം ചെന്ന ഒരു 90 വയസ്സിനോളം പ്രായമായിരുന്ന ഒരു വൃദ്ധനായിരിക്കുന്ന ഒരു തപസ്വി അദ്ദേഹത്തിന് മുമ്പിൽ എത്തിച്ചേർന്നത്. മാർക്കണ്ഡേയ മഹർഷി അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ചു. അദ്ദേഹത്തിന് വേണ്ട കൈങ്കര്യങ്ങൾ, ആഹാരാദികൾ ഒക്കെ കൊടുത്തു. എല്ലാം കൊടുത്തതിന് ശേഷം മാർക്കണ്ഡേയ മഹർഷി തൻ്റെ കാര്യങ്ങളെ പറഞ്ഞു. എൻ്റെ മകള് 5 വയസ്സ് പൂർത്തിയായി. തൻ്റെ മകൾക്ക് പറ്റിയൊരു വിവാഹാലോചന, ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കും എന്ന് ആലോചിച്ചതിലാണ് ആരാണ് പറ്റിയ വരൻ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞു, അങ്ങ് എന്നെ കണ്ടത് ഏതായാലും അങ്ങയുടെ ഒരു ഭാഗ്യം, അങ്ങയുടെ ആഗ്രഹത്തിന് ഇപ്പോൾ തന്നെ ശമനം ഉണ്ടാകും. അപ്പോൾ സന്തോഷത്തോടുകൂടി മാർക്കണ്ഡേയ മഹർഷി ചോദിച്ചു, അങ്ങയുടെ പുത്രൻ്റെ പുത്രനോ പൗത്രനോ കൊച്ചുമകനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിന് അവരാരെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കണ്ടേ, പിന്നെന്താ അങ്ങ് സൂചിപ്പിച്ചത്, അല്ല ഞാൻ തന്നെ വിവാഹം കഴിച്ചോളാം. ഇത് പറഞ്ഞപ്പോൾ മാർക്കണ്ഡേയ മഹർഷി ആകെ വല്ലാതായി. വന്നയാൾക്ക് ഇത്രയേറെ പ്രായം, ചോദിച്ചത് എൻ്റെ മകളെ, ഒരു തപസ്വിയാണ്, വളരെ ബഹുമാനിക്കേണ്ട ആളാണ്, അതിഥിയാണ്, അതുകൊണ്ട് അപമാനിക്കാനും പാടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിഷമത്തെയൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹം അരുളി ചെയ്തു, വന്നയാൾ തന്നെ അരുളി ചെയ്തു, അങ്ങ് വിഷമിക്കണ്ട, അങ്ങയുടെ മകളെ വിളിച്ച് ചോദിക്കൂ, മകൾക്ക് സമ്മതമാണോ എന്നറിയാം. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു എന്നാണ്, അല്ലയോ വളരെ ബഹുമാനിക്കപ്പെടുന്ന അങ്ങ്, ഒരു കാര്യം ശ്രദ്ധിക്കുക, എൻ്റെ മകൾക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ, ഉപ്പ് ഇടാൻ പോലും അവൾക്ക് അറിയാൻ വയ്യ, പാകത്തിന് ഉപ്പ് ഇടാൻ പോലും അറിയാൻ വയ്യാത്തൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അല്ല മകളെ തന്നെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മകളെ വിളിച്ച് ചോദിച്ചു. മകൾ പുറത്തേക്ക് വന്നപ്പോൾ മകൾ സമ്മതം പറഞ്ഞു. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി അത്ഭുതത്തോടു കൂടി ചോദിച്ചു, മകളെ നീ എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ വിവാഹം കഴിക്കാൻ സമ്മതം പറയുന്നത്, അയാൾ എത്ര പ്രായം ചെന്ന ആളാണ്. അപ്പോൾ ഈ കുട്ടിയായിരിക്കുന്ന ദേവി മാർക്കണ്ഡേയ മഹർഷിയോട് പറഞ്ഞു, അല്ലയോ അച്ഛാ, അങ്ങയുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങൊന്ന് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി നോക്കിയപ്പോഴാണ് സാക്ഷാൽ ഭഗവാൻ തന്നെ ആണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായത്. അപ്പോൾ ഒരേ സമയം തന്നെ പ്രായമുള്ള ഒരാളായിട്ടും എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും യുവാവായിട്ടും മാറാനുള്ള ആ ഭഗവാന്റെ കഴിവിനെ അവിടെ സൂചിപ്പിക്കുന്നു. തൻ്റെ മകളായിട്ട് വന്ന ലക്ഷ്മിയെ സ്വീകരിക്കാം, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് തൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നത് എന്നും മാർക്കണ്ഡേയ മഹർഷിക്ക് ബോധ്യമായി. അങ്ങനെ ആ വിവാഹത്തെ മാർക്കണ്ഡേയ മഹർഷി നടത്തിക്കൊടുത്തു എന്ന്. പക്ഷെ ഭഗവാൻ അവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഉപ്പ് ഇടാൻ പോലും അറിയാത്ത ആളാണ് തൻ്റെ മകള് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകും, ആ ക്ഷേത്രത്തില് ഒരു നിവേദ്യങ്ങൾക്കും ഉപ്പ് പാടില്ല. ഇന്നും ആ ക്ഷേത്രത്തില് ഉപ്പ് തൊടാറേയില്ല. ഒരു പ്രസാദത്തിലും ഉപ്പുളിയപ്പൻ കോവില് എന്ന് വളരെ വിശ്വവിഖ്യാതമായിരിക്കുന്ന ആ പുണ്യസ്ഥാനമാണ്. പക്ഷേ അവിടുത്തെ പ്രസാദത്തിനെല്ലാം നല്ല രുചിയുമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അതാണ്, ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കില് ഒരു അണുവിട പോലും മാറില്ലാന്ന്. ഭഗവാൻ ആ ഉപ്പ് വേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ ക്ഷേത്രത്തിലും പ്രസാദങ്ങൾക്കൊന്നും ഉപ്പേന്റെ അംശം പോലും ഇല്ല. എന്നാൽ നല്ല സ്വാദിഷ്ടവും അമൃത് പോലെ നല്ല രുചികരവുമാണ് അവിടുത്തെ നിവേദ്യ പ്രസാദങ്ങളൊക്കെ. അത് ഇന്നും നിലനിർത്തുന്നു. ഇതിൻ്റെ ഒരു അർത്ഥം എന്താണ് എന്ന് വിചാരിച്ചാൽ, നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടും. നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടോ, ആ കുറവ് നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിച്ചാൽ അത് അവിടെ പൂർണ്ണമായിട്ട് ആ കുറവിനെ പരിഹരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ആ ഒരു ശ്രേയസ് ഭഗവാൻ നമുക്ക് തരുന്നതാണ്. അപ്പൊ ഇത്തരത്തില് നമ്മളുടെ കുറവിനെ മാറ്റി അതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ ആ ഭഗവാനാകുന്ന
ആ ഭൂതാത്മാവായിരിക്കുന്ന ഭഗവാൻ നമുക്ക് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ 10ാമത് തിരുനാമം ഭൂതാത്മനെ നമഃ എന്ന നാമം ഭഗവത് പാദത്തിൽ സമർപ്പിക്കും.